എല്ലാവർക്കും നമസ്കാരം. പഴനിമലയും 18 സിദ്ധന്മാരുടെ സീരീസ് തുടരുകയാണ്. ഈ വീഡിയോയിൽ നന്ദിദേവരെക്കുറിച്ചാണ് പറയുന്നത്. യോഗസിദ്ധ പരമ്പരയിൽ അനന്തവും അത്ഭുതകരവുമായ മഹിമകളാൽ പ്രകാശിക്കുന്ന ഒരു പ്രഭാമണ്ഡലമുണ്ട്. അത് നന്ദിദേവനാണ്. ശിവഭഗവാന്റെ സന്നിധിയിൽ നിന്ന് ജനിച്ച, ശിവാനുഗ്രഹത്തിൽ വളർന്ന, ശിവതത്വത്തിൻ്റെ സ്വരൂപമായി മാറിയ 18 സിദ്ധന്മാരിൽ ഏറ്റവും പ്രഥമനും സുപ്രധാനവുമായ സിദ്ധപുരുഷനാണ് നന്ദിദേവൻ. നമ്മളിന്ന് ക്ഷേത്രങ്ങളിൽ ശിവഭഗവാന്റെ സന്നിധിയിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആ കാളരൂപിയായ നന്ദിയാണ്. എന്നാൽ ഈ കാളരൂപത്തിൻ്റെ പിന്നിൽ ഒരു മഹത്തായ ദിവ്യചരിത്രമുണ്ട്. കാലങ്ങളുടെ ആരംഭം മുതൽ ഈശ്വരഭക്തന്മാർ തപസ് ചെയ്തിട്ടുണ്ടെങ്കിലും ശിലാദ മഹർഷിയുടെ തപസ് അതിൽ വിചിത്രവും അത്ഭുതജനകവുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം അമരത്വമുള്ള ഒരു പുത്രനെ ലഭിക്കുക എന്നതായിരുന്നു. ഇന്ദ്രദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എനിക്കത് തരുവാൻ സാധ്യമല്ല. അമരത്വം നൽകാൻ കഴിയുക ഒരേ ഒരു ദേവൻ മാത്രമാണ്, മഹാദേവൻ, സർവേശ്വരൻ, പരബ്രഹ്മം, ശിവഭഗവാൻ എന്നു പറഞ്ഞു ഇന്ദ്രദേവൻ. ഇത് കേട്ട് ശിലാദ മഹർഷി തൻ്റെ തപസ് 1000 വർഷം കൂടി തുടരുന്നു. അദ്ദേഹം ഒരിടത്ത് ഉറച്ചു നിന്നു. വർഷങ്ങളോളം ഇരിക്കുന്നതിനാൽ ചിതലുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂട് പണിതു. അദ്ദേഹത്തിൻ്റെ രക്തവും മാംസവും തിന്നു. അവശേഷിച്ചത് ഒരു പിടി എല്ലുകൾ മാത്രം. അത് കണ്ട് ദിവ്യലോകം പോലും പരിഭ്രാന്തിയിലായി. അപ്പോൾ അനന്തകൃപാമയനായ ശിവഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവഭഗവാന്റെ പ്രത്യക്ഷപ്പെട്ടതിലൂടെ ശിലാദ മഹർഷിയുടെ ശരീരം പുനരുദ്ധരിക്കപ്പെട്ടു. ശിവഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്ന ദിവ്യപുത്രൻ യജ്ഞത്തിൽ നിന്ന് ജനിക്കും. അങ്ങനെ ശിലാദ മഹർഷി യജ്ഞം നടത്തി. ആ പവിത്ര അഗ്നിയിൽ നിന്ന് ഒരു പ്രകാശമണ്ഡലം ഉയർന്നു. അത് ക്രമേണ ഒരു ശിശുവിൻ്റെ രൂപമായി. ആ കുട്ടി വജ്രകവചം ധരിച്ച ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്സരസ്സുകൾ നൃത്തം ചെയ്തു. ഗന്ധർവന്മാർ സംഗീതം പാടി. ദേവതകൾ പുഷ്പവർഷം നടത്തി. ശിവഭഗവാൻ കുഞ്ഞിന് പേരിട്ടു നന്ദി, ആനന്ദം പകരുന്നവൻ. ശിലാദ മഹർഷി ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ദിവ്യരൂപം ക്രമേണ അപ്രത്യക്ഷമായി. ആ കുഞ്ഞ് ഒരു സാധാരണ മനുഷ്യ ശിശുവായി മാറി. എന്നാൽ 7-ാം വയസ്സിൽ തന്നെ നന്ദിദേവൻ വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ധർമ്മങ്ങൾ, യോഗവിദ്യകൾ എല്ലാം അഭ്യസിച്ചു. അതാണ് ആ ദിവ്യജന്മത്തിൻ്റെ ആദ്യ പടിവാതിൽ. ഒരു ദിവസം ദേവന്മാരായ മിത്രനും വരുണനും ശിലാദ മഹർഷിയെ സന്ദർശിച്ചു. നന്ദിദേവനെ കണ്ട അവർ പറഞ്ഞു, ഈ ബാലൻ 8-ാം വയസ്സിന് ശേഷം ജീവിക്കില്ല. അത് കേട്ടതും ശിലാദ മഹർഷി മനം മടുത്തു. അച്ഛൻ്റെ വേദന കണ്ടപ്പോൾ നന്ദിദേവൻ ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. ശിവഭഗവാൻ നന്ദിദേവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ശിവഭഗവാന്റെ കയ്യിൽ നിന്നൊരു ദിവ്യമാലയെടുത്ത് നന്ദിദേവൻ്റെ കഴുത്തിൽ അണിയിച്ചു. ശിവഭഗവാൻ പറഞ്ഞു, നന്ദി, നിനക്ക് ഇനി മരണമില്ല. നീ എൻ്റെ സ്ഥിര സഹചാരിയാണ്, എൻ്റെ വാഹനം, എൻ്റെ ശിഷ്യൻ, എൻ്റെ ദ്വാരപാലകൻ, എല്ലാം നീയാണ്. ലോകം എന്നോടൊപ്പം നിന്നെയും ആരാധിക്കും. ഈ വാക്കുകൾ കേൾക്കുന്നു മുതൽ നന്ദിദേവൻ്റെ ശരീരത്തിൽ കാളരൂപം കൂടിയ ഒരു ദിവ്യ ശരീരം തെളിഞ്ഞു. നന്ദിദേവൻ അർദ്ധമനുഷ്യൻ, അർദ്ധകാള ദിവ്യത്വത്തിൻ്റെ ചിഹ്നമായി മാറി. പാലാഴി മദനത്തിൽ നന്ദിദേവൻ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദേവാസുരർ പാലാഴി മതിക്കുമ്പോൾ ഹലാഹല വിഷം പുറത്തു വന്നു. അത് സർവ്വലോകനാശം വരുത്തുവാൻ കഴിയുന്ന ഒരു വിഷമായിരുന്നു. ആരും സമീപിച്ചില്ല. ഭയം എല്ലാവരെയും പിടിച്ചു. അപ്പോഴും മുന്നോട്ട് വന്നത് ശിവഭഗവാനും നന്ദിദേവനുമായിരുന്നു. ഭഗവാൻ വിഷം കുടിച്ചു. അത് ഉള്ളിൽ ചേർന്നത് തടയുവാനായി പാർവതി മാതാവ് കഴുത്തിൽ പിടിച്ചു. അങ്ങനെ ശിവഭഗവാന് നീലകണ്ഠൻ എന്ന നാമം ലഭിച്ചു. ഭഗവാന്റെ വായിൽ നിന്ന് ചില തുള്ളികൾ താഴെ വീണപ്പോൾ നന്ദിദേവൻ ഒന്നും പോലും ആലോചിക്കാതെ അത് കുടിച്ചു. ദേവന്മാർ വിറച്ചു ചോദിച്ചു, ഭഗവാനെ, നന്ദിദേവന് എന്ത് സംഭവിക്കും? അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദി എനിക്കുള്ളിൽ പൂർണ്ണമായി ലയിച്ചവൻ ആണ്. എൻ്റെ കരുത്ത് നന്ദിദേവനെ സംരക്ഷിക്കും.
നന്ദിദേവൻ ആത്മീയവും വൈദ്യപരവുമായ ധാരാളം ശാസ്ത്രങ്ങൾ ലോകത്തിന് നൽകിയിട്ടുണ്ട്. അവയിൽ ചില പ്രധാനപ്പെട്ടതാണ് വൈദ്യകവ്യം, നന്ദിസർ, നന്ദി നിഘണ്ടു, നന്ദി കലയജ്ഞാനം, നന്ദിസൂത്രം, സമവാദം, മുപ്പുസൂത്രം. യോഗം, പ്രാണായാമം, കുണ്ടലിനി, കായകൽപ്പം, ഔഷധശാസ്ത്രം, ജ്യോതിഷം എന്നീ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവ് അപൂർവമാണ്. അദ്ദേഹം 32 തരം അമൃതങ്ങൾ, ഉണർവു ജീവനങ്ങളും അഥവാ റെജുവിനേഷൻ തെറാപ്പി വിശദീകരിച്ചു. നന്ദിദേവർ നേടിയ അറിവ് ലോകത്തിനോട് മറച്ചു വയ്ക്കാതെ തുറന്നു പറഞ്ഞതുകൊണ്ട് മറ്റു സിദ്ധർ കോപിച്ചു. അവർ ശിവഭഗവാനോട് പരാതിപ്പെട്ടു. ഈ വിവരം അറിഞ്ഞ നന്ദിദേവൻ വിനീതതയിൽ ഒരു കാളയുടെ രൂപം എടുക്കുകയും ഒളിച്ചു കഴിയുകയും ചെയ്തു. ഭഗവാൻ അത് കണ്ട് മൃദുസ്മിതത്തോടെ പറഞ്ഞു, "എന്താണ് നന്ദി, മുന്നോട്ട് വാ." നന്ദിദേവൻ കാൽമുട്ടുകുത്തി നമസ്കരിച്ചു. അതുകൊണ്ടാണ് ഇന്നും ക്ഷേത്രങ്ങളിൽ ശിവഭഗവാനും നന്ദിദേവനും ഇടയിൽ ഒരാൾ പോലും നടക്കാത്തത്. അതൊരു പാവന ബന്ധത്തിൻ്റെ പ്രതീകമാണ്. നന്ദിദേവൻ കൈലാസ പർവ്വതത്തിൻ്റെ ദ്വാരപാലകനാണ്. ശിവശക്തികളുടെ ഊർജത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു മഹാസിദ്ധപുരുഷൻ. അദ്ദേഹത്തിൻ്റെ സമാധി കാശിയിൽ ഉള്ളതായി പറയപ്പെടുന്നു. അതിനാൽ നന്ദിദേവൻ കൈലയചിത്തൻ എന്നും അറിയപ്പെടുന്നു. നന്ദിദേവൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഭക്തി എന്നാൽ പരമശക്തിയാണ്, സമർപ്പണം എന്നാൽ ദിവ്യ സംരക്ഷണമാണ്, വിനയം എന്നാൽ പരമജ്ഞാനവും, ശിവഭഗവാന്റെ അനുഗ്രഹം എന്നാൽ അമൃതത്വവുമാണ്. അതിനാൽ നന്ദിദേവൻ ഒരു ദൈവരൂപം മാത്രമല്ല, അദ്ദേഹം ശിവഭക്തിയുടെ സാക്ഷാൽ രൂപമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് ശുദ്ധമായ ഭക്തിയോടെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ അസാധ്യമെന്നും ഒന്നുമില്ല. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു സിദ്ധരുടെ കഥയുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.